എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2026 മെയ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. PSC പരീക്ഷകളിലെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു മാർക്ക് പോലും കളയാണ്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നീതി ആയോഗിലെ പുതിയ ഫുൾ ടൈം അംഗങ്ങളായി കേന്ദ്ര സർക്കാർ നിയമിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ: ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ ജോറാം അനിയ. ക്വസ്റ്റ്യൻ നമ്പർ 2. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആര്? രോഹിത് ജെയിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. 3. ഇന്ത്യയുടെ അടുത്ത ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറായി നിയമിതനായത് ആര്? ദിനേശ് ത്രിവേദി. ക്വസ്റ്റ്യൻ നമ്പർ 4. വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത കുടുംബങ്ങൾക്ക് കേരള സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്രയാണ്? ആൻസർ: 10 ലക്ഷം രൂപ. 5. നീതി ആയോഗ് അംഗങ്ങളെ നിയമിക്കുന്നത് ഏത് ഭരണഘടനാ സ്ഥാപന തലത്തിലുള്ള അതോറിറ്റിയാണ്? കേന്ദ്ര സർക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 6. എത്ര വർഷത്തേക്കാണ് രോഹിത് ജെയിൻ RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിക്കപ്പെട്ടത്? 3 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 7. പോസ്റ്റൽ ബാലറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം നിഷേധിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ: കേരള ഹൈക്കോടതി. ഇനി മെയ് 3 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ അതായത് NCLT-യുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആര്? ആൻസർ: ജസ്റ്റിസ് അനുപിന്ദർ ഗ്രവാൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. അരുണാചൽ പ്രദേശിൽ നിന്ന് നീതി ആയോഗിൽ അംഗമാകുന്ന ആദ്യത്തെ മുഴുവൻ സമയ അംഗം ആര്? ആൻസർ: ഡോക്ടർ ജോറാം അനിയ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏത് മതവിഭാഗത്തെയാണ് കേരള സർക്കാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രിസ്ത്യൻ ഉപവിഭാഗമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്? ആൻസർ: പെന്തക്കോസ്ത് വിഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഏത് രാജ്യമാണ് ചൈനീസ് വിപണിയിലേക്ക് കഴുത ഇറച്ചി കയറ്റുമതി ചെയ്യുന്നതിനായി അംഗീകാരം നൽകിയത്? ആൻസർ: പാകിസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്ര? ആൻസർ: 14 ലക്ഷം രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 6. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സൂപ്പർവൈസർമാരായി നിയമിക്കുന്നതിനെതിരെ നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി ഏതാണ്? ആൻസർ: കൊൽക്കത്ത ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 7. നാഷണൽ സിനോഡൽ അസംബ്ലിയിൽ ആഗോള സഭയ്ക്കുള്ള സേവനത്തിന് ആദരിക്കപ്പെട്ടവരുടെ എണ്ണം എത്ര? ആൻസർ: 4 ഇന്ത്യൻ കത്തോലിക്കർ. ഇനി മെയ് മാസം 4-ാം തീയതിത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ അതായത് NCBCയുടെ പുതിയ അധ്യക്ഷനായി നിയമിതനായത് ആര്? ആൻസർ: സാധ്വി നിരഞ്ജൻ ജ്യോതി. ക്വസ്റ്റ്യൻ നമ്പർ 2. 2026 തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടം കൈവരിച്ച രാജ്യം ഏത്? ആൻസർ: ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് അതായത് NCBC ഭരണഘടനാപരമായ പദവി നൽകിയ ഭേദഗതി ഏതാണ്? ആൻസർ: 102-ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 4. കൽക്കട്ട ഹൈക്കോടതി അടുത്തിടെ വിധി പുറപ്പെടുവിച്ച കേസിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സൂപ്പർവൈസർമാരായി നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ആരെയാണ്? ആൻസർ: കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 5. 2026 മാർച്ച് 16-ന് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രധാന റെയിൽവേ പരീക്ഷ ഏതാണ്? RRB, NTPC ഗ്രാജുവേറ്റ്, CBT-1. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്? ആൻസർ: 338B. ക്വസ്റ്റ്യൻ നമ്പർ 7. തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പ്രധാനമായും ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ: ബാഡ്മിൻ്റൺ. ഇനി മെയ് 5 കറണ്ട് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 2026 ഡിജിറ്റൽ റിപ്പോർട്ടിങ്ങിനുള്ള പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആരെല്ലാം? ആൻസർ: ആനന്ദ് RK, സുപർണ ശർമ്മ.
ക്വസ്റ്റ്യൻ നമ്പർ 2, MSME വിമാന കമ്പനികൾ എന്നിവയെ സഹായിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച ECLGS പദ്ധതിയുടെ തുക എത്രയാണ്? 18,100 കോടി രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 3, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റതാര്? ആൻസർ രോഹിത് ജെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, സുപ്രീം കോടതിയിലേക്ക് 4 ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? ആൻസർ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. ക്വസ്റ്റ്യൻ നമ്പർ 5, വിഷ്ണു കെമിക്കൽസിന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായി 5 വർഷത്തേക്ക് പുനർനിയമനം ലഭിച്ചതാര്? ആൻസർ CH സിദ്ധാർത്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി, അതായത് ബൾക്ക് കാരിയേഴ്സ് ആൻഡ് ടാങ്കേഴ്സിന്റെ ഡയറക്ടറായി നിയമിതനായത് ആര്? ആൻസർ ചന്ദ്രൻ ദുരൈ ഡാനിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 7, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 2006 പൊതു താൽപര്യ ഹർജി അഥവാ PIL സമർപ്പിച്ചത് ഏത് സംഘടനയാണ്? ആൻസർ ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ, അതായത് YILA. അടുത്തത് മെയ് 6 കറണ്ട് അഫയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, UIDAIയുടെ പുതിയ CEO ആയി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? ആൻസർ സൗരവ് വിജയ്. ക്വസ്റ്റ്യൻ നമ്പർ 2, രാജ്യത്തെ ദന്തൽ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ കമ്മീഷൻ ഏതാണ്? ആൻസർ നാഷണൽ ഡെന്റൽ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, ദേശീയ ഗാനത്തിന് തുല്യമായ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ച ഗാനം ഏത്? ആൻസർ വന്ദേ മാതരം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഏത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കാണ് പുതുക്കിയ നാഷണൽ പെൻഷൻ സ്കീം ഓപ്ഷണൽ ആക്കി മാറ്റിയത്? ആൻസർ മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 5, സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള ചട്ടം രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ പാർലമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6, കുടുംബ തർക്കങ്ങളിലെ ക്രിമിനൽ ബാധ്യതയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നിർണായക വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ കൊൽക്കത്ത ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 7, കരാർ തർക്കങ്ങളിലെ ജുഡീഷ്യൽ ഇടപെടലുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ റെസ്ട്രെയിന്റ് എന്ന തത്വം ഊന്നിപ്പറഞ്ഞ ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. ഇനി മെയ് 7 കറണ്ട് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ആൻസർ നീലകണ്ഠ് എസ് ഔഹദ്. ക്വസ്റ്റ്യൻ നമ്പർ 2, 2026 കേംബ്രിഡ്ജ് ഡെഡിക്കേറ്റഡ് ടീച്ചർ അവാർഡുകളിൽ സൗത്ത് ഏഷ്യ അവാർഡ് ജേതാവ് ആര്? ആൻസർ സോമ മണ്ഡൽ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇന്ത്യൻ പൗരന്മാർക്ക് ഉന്നത പെൻഷൻ ലഭിക്കാനുള്ള അവകാശം സംബന്ധിച്ച സുപ്രധാന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏത്? ആൻസർ കർണാടക ഹൈക്കോടതി. 4, ദന്തചികിത്സാ മേഖലയിലെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പുതുതായി രൂപീകരിച്ച കമ്മീഷൻ ഏത്? ആൻസർ നാഷണൽ ഡെന്റൽ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, പ്രഥമ IBCA ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? ആൻസർ ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 6, ക്ഷേത്രഭരണത്തിൽ ഇടപെടാൻ മലബാർ ദേവസ്വം ബോർഡിന് അധികാരമില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഏത്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 7, ചെറിയ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ IPC സെക്ഷൻ 377 ബാധകമാണെന്ന് ഏത് കോടതിയാണ് ഉത്തരവിട്ടത്? ആൻസർ കേരള ഹൈക്കോടതി. ഇനി മെയ് 8 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചെന്നൈ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ സച്ചിൻ ശരത് ചന്ദ്ര കുറുവെ. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ച പ്രമുഖ വ്യക്തി ആര്? ആൻസർ K സച്ചിദാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനം തടയാൻ കുടുംബ കോടതികൾക്ക് അവകാശമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. 4, ദന്തവിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ കമ്മീഷൻ ഏതാണ്? ആൻസർ നാഷണൽ ഡെന്റൽ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്ക് നീക്കിയ രാജ്യം ഏതാണ്?
ആൻസർ ബെലാറസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. സിവിൽ കോടതിയുടെ അധികാര പരിധി മറികടന്ന് കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് മൈനോറിറ്റി കമ്മീഷനോട് നിർദ്ദേശിച്ച കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. നമ്പർ 7. ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമം ചോദ്യം ചെയ്യുന്ന കേസ് നിലവിൽ പരിഗണിക്കുന്നത് ഏത് കോടതിയിലാണ്? ആൻസർ സുപ്രീം കോടതി. ഇനി മെയ് 9 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിശാഖപട്ടണം പോർട്ട് അതോറിറ്റി ചെയർമാനായി നിയമിതനായ ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ JS ബിന്ദ്ര. ക്വസ്റ്റ്യൻ നമ്പർ 2. ന്യൂനപക്ഷ കമ്മീഷന് കുടിയൊഴിപ്പിക്കാൻ ഉത്തരവിടാൻ അധികാരമില്ലെന്ന് ഏത് കോടതിയാണ് നിരീക്ഷിച്ചത്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള നടപടികൾ ചർച്ചയാകുന്നു? ആൻസർ കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 4. അമേരിക്കയിൽ നടന്ന FSMB വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച IAS ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ രാഘവ് ലാങ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള അഴിച്ചുപണിയിൽ എത്ര ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചത്? ആൻസർ 21. ക്വസ്റ്റ്യൻ നമ്പർ 6. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിതനായ മുൻ കേന്ദ്ര സെക്രട്ടറി ആര്? ആൻസർ സുബ്രത ഗുപ്ത. ക്വസ്റ്റ്യൻ നമ്പർ 7. സുപ്രീം കോടതിയുടെ വിലക്ക് നിലനിൽക്കെ ഖനി പാട്ടം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ച ഗോവയിലെ ഖനി ഉടമയ്ക്ക് ബോംബെ ഹൈക്കോടതി ചുമത്തിയ പിഴ എത്ര? ആൻസർ 5 ലക്ഷം രൂപ. ഇനി മെയ് 10 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? ആൻസർ ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായ വ്യക്തി ആര്? ആൻസർ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത TVK നേതാവ് ആര്? ആൻസർ വിജയ്. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരള ഹൈക്കോടതി കർശന നിർദ്ദേശത്തിന് ഉത്തരവിട്ട കേവ് 1 എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കാട്ടാന. ക്വസ്റ്റ്യൻ നമ്പർ 5. RRB NTPC ഗ്രാജുവേറ്റ് CBT 1 പരീക്ഷ 2026 ഏത് തീയതി മുതലാണ് ആരംഭിക്കുന്നത്? ആൻസർ മാർച്ച് 15. ക്വസ്റ്റ്യൻ നമ്പർ 6. ECI അപ്പോയിൻമെൻറ്റ്സ് ആക്ട് 2023 പ്രധാന വിമർശനം എന്താണ്? ആൻസർ എക്സിക്യൂട്ടീവ് ആധിപത്യം. ക്വസ്റ്റ്യൻ നമ്പർ 7. അസമിലെ സർക്കാർ രൂപീകരണത്തിനായി NDA നേതാക്കൾ ആരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്? ആൻസർ അസം ഗവർണർ. ഇനി മെയ് 11 കറണ്ട് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആര്? ആൻസർ ജസ്റ്റിസ് അനുപിന്ദർ ഗ്രേവാൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. പശ്ചിമ ബംഗാളിലെ പുതിയ സർക്കാർ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ഏത് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു? ആൻസർ ആയുഷ്മാൻ ഭാരത്. ക്വസ്റ്റ്യൻ നമ്പർ 3. NIA SP ആയി നിയമിതനായ IPS ഉദ്യോഗസ്ഥൻ ആര്? വികാസ് കുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 4. MSME ഡയറക്ടറായി നിയമിക്കപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ അങ്കിത് അഗർവാൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഏത് വിഭാഗമാണ്? ആൻസർ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ. ക്വസ്റ്റ്യൻ നമ്പർ 6. പശ്ചിമ ബംഗാൾ സർക്കാർ അതിർത്തി വേലിക്കെട്ടിനായി ഭൂമി കൈമാറാൻ തീരുമാനിച്ചത് ഏത് ഏജൻസിക്കാണ്? ആൻസർ BSF. ക്വസ്റ്റ്യൻ നമ്പർ 7. അംഗപരിമിതർക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം ഉറപ്പാക്കണമെന്ന് അടുത്തിടെ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത്? ആൻസർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി. ഇനി അടുത്തത് മെയ് 13 കറണ്ട് അഫയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. CBI ഡയറക്ടറായി കാലാവധി നീട്ടി ലഭിച്ച വ്യക്തി ആര്? ആൻസർ പ്രവീൺ സൂദ്. ക്വസ്റ്റ്യൻ നമ്പർ 2. അസം സർക്കാർ അടുത്തിടെ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയപ്പോൾ ഏത് വിഭാഗങ്ങളെയാണ് അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്? ആൻസർ ചില ഗോത്രവർഗ വിഭാഗങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 3. മഹീന്ദ്ര താർ റോക്സ് വാഹന ഉടമ വാഹന വിൽപ്പനയും സേവനങ്ങളും നിയന്ത്രിക്കുന്ന നിയമത്തിനായി സമീപിച്ച കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 4. 2026 RRB NTPC ഗ്രാജുവേറ്റ് CBT 1 പരീക്ഷ ആരംഭിക്കുന്നത് എന്നാണ്? ആൻസർ മാർച്ച് 16. ക്വസ്റ്റ്യൻ നമ്പർ 5. തങ്ങളുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% DA വർദ്ധിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ബീഹാർ.
ക്വസ്റ്റ്യൻ നമ്പർ 6 EDPL ഡബ്ലിൻ ഫ്രാഞ്ചൈസിയുടെ ഉടമയായി മാറിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ആൻസർ രാഹുൽ ദ്രാവിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇന്ത്യയിൽ സർക്കാർ ജോലി നിയമനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടത് എത്ര ലക്ഷത്തിലധികം നിയമനങ്ങളാണ്? ആൻസർ 9 ലക്ഷം. ഇനി മെയ് 14 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 വിവാഹശേഷം മകളുടെ സ്വത്തവകാശം റദ്ദാക്കുന്ന സെറ്റിൽമെന്റ് ഡീൽ വ്യവസ്ഥ അസാധുവാണെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 2 ദന്തചികിത്സാ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ കമ്മീഷൻ ഏത്? ആൻസർ നാഷണൽ ഡെന്റൽ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന രീതിയെ ചോദ്യം ചെയ്ത സുപ്രധാന ഭരണഘടനാ സ്ഥാപനം ഏത്? ആൻസർ സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 4 ഏതൊരു വിഭാഗത്തെയാണ് കേരള സർക്കാർ അടുത്തിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രിസ്ത്യൻ ഉപവിഭാഗമായി അംഗീകരിച്ചത്? ആൻസർ പെന്തക്കോസ്ത് വിഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 5 കോവിഡ്-19 കാലത്ത് ഏറ്റെടുത്ത കെട്ടിടങ്ങളുടെ വാടക പൂർണ്ണമായും നൽകാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് കേരള ഹൈക്കോടതി ഏത് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു? ആൻസർ ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി മെയ് 15 കറന്റ് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായ വ്യക്തി ആര്? ആൻസർ VD സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 പുതിയ കേരള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഏത് തീയതിയിലാണ്? ആൻസർ മെയ് 18, 2026. ക്വസ്റ്റ്യൻ നമ്പർ 3 പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയി PESB ശുപാർശ ചെയ്ത വ്യക്തി ആര്? ആൻസർ അമോൽ ബാബുലാൽ ടോറി. ക്വസ്റ്റ്യൻ നമ്പർ 6 പഞ്ചാബിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അഥവാ CEO ആര്? ആൻസർ അനിന്ദിത മിത്ര. ക്വസ്റ്റ്യൻ നമ്പർ 7 ബംഗാളിലെ BJPയുടെ ആദ്യ മന്ത്രിസഭയുടെ നേതൃത്വം വഹിക്കുന്നത് ആര്? ആൻസർ സുവേന്ദു അധികാരി. ഇനി മെയ് 16 കറന്റ് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നീറ്റ് പരീക്ഷ വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ജോയിന്റ് സെക്രട്ടറിമാരായി നിയമിതരായത് ആരെല്ലാം? ആൻസർ അനുജ ബാപട്ടും രുചിത വിജും. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്ത്യയിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെക്കുറിച്ചുള്ള പരാമർശം ഏത് കോടതിയിലാണ് നടന്നത്? ആൻസർ സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 3 CBI ഡയറക്ടറായി കാലാവധി 1 വർഷം കൂടി നീട്ടിക്കിട്ടിയത് ആർക്കാണ്? ആൻസർ പ്രവീൺ സൂദ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുനരുൽപാദനത്തിനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് മുട്ടകൾ മരവിപ്പിക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഏത്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 5 ഏത് ട്രിബ്യൂണലിനെ സമീപിച്ചതിന് ശേഷം മാത്രമേ വഖഫ് വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത്? ആൻസർ വഖഫ് ട്രിബ്യൂണൽ. ക്വസ്റ്റ്യൻ നമ്പർ 6 NTA-യിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതുതായി എത്ര ഉദ്യോഗസ്ഥരെയാണ് ഏജൻസിയിലേക്ക് നിയമിച്ചത്? ആൻസർ 4 ഉദ്യോഗസ്ഥർ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഭോജശാല തർക്കത്തിൽ കോടതി ആരുടെ അവകാശവാദത്തെയാണ് ശരിവെച്ചത്? ആൻസർ ഹിന്ദു സമൂഹം. ഇനി മെയ് 17 കറന്റ് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നിയുക്തനായ VD സതീശൻ പ്രഖ്യാപിച്ച പുതിയ മന്ത്രിസഭയിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത്? ആൻസർ 20 അംഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കേരളത്തിൽ പുതിയ മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുന്നത്? ആൻസർ IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3 കേരളത്തിലെ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെട്ട പുതിയ മുഖങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 14. ക്വസ്റ്റ്യൻ നമ്പർ 4 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായ IRS ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ആകാശ് ജെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 പുതുതായി രൂപീകരിച്ച കേരള മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത പ്രമുഖ UDF നേതാവ് ആരാണ്? ആൻസർ ചാണ്ടി ഉമ്മൻ. നമ്പർ 6 പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ആൻസർ VD സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 7 നീറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ NTA ഭരണതലത്തിൽ സുപ്രധാന നിയമനങ്ങൾ നടത്തിയത് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.
ഇനി മെയ് 18 കറന്റ് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 2026 മെയ് മാസത്തിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൻസർ വി.ടി. സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്ന വേദി ഏത്? ആൻസർ സെൻട്രൽ സ്റ്റേഡിയം. ക്വസ്റ്റ്യൻ നമ്പർ 3. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ വി.ടി. സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ച ആദ്യ 2 പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ കാർഷിക വായ്പാ എഴുതിത്തള്ളൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഓണത്തേറിയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച വർധനവ് എത്ര രൂപയാണ്? ആൻസർ 3000 രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 6. പുതുതായി നിയമിതനായ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ആൻസർ ജജു ബാബു. നമ്പർ 7. പുതിയതായി നിയമിതനായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? ആൻസർ ടി അസഫ് അലി. ക്വസ്റ്റ്യൻ നമ്പർ 8. ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശത്തിൽ പ്രത്യുൽപാദനത്തിനുള്ള അവകാശവും ഉൾപ്പെടുമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയി നിയമിതനായത് ആര്? ആൻസർ ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. ഇനി മെയ് 19 കറന്റ് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ച് വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ ആര്? ആൻസർ KM ചന്ദ്രശേഖർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അഭിഭാഷകരായി എൻറോൾ ചെയ്യാൻ അനുമതി നൽകരുതെന്ന് അടുത്തിടെ നിരീക്ഷിച്ച കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 3. യുവതലമുറയുടെ ക്ഷേമം ലക്ഷ്യമാക്കി വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ പുരുഷന്മാർക്ക് സൗജന്യ KSRTC യാത്ര. ക്വസ്റ്റ്യൻ നമ്പർ 4. UPSC സിവിൽ സർവീസ് പരീക്ഷ 2025 1-ാം റാങ്ക് കരസ്ഥമാക്കിയ വ്യക്തി ആര്? അനുജ് അഗ്നിഹോത്രി. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ആൻസർ പ്രിയങ്ക് ഭാരതി. ക്വസ്റ്റ്യൻ നമ്പർ 6. മധു വധക്കേസിൽ അപ്പീലുകളിൽ കേരള ഹൈക്കോടതി വിധി പ്രസ്താവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തീയതി ഏതാണ്? ആൻസർ 2026 മെയ് 25. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരള സർക്കാർ സൗജന്യ KSRTC യാത്ര ആർക്കാണ് പ്രഖ്യാപിച്ചത്? സ്ത്രീകൾക്ക്. ഇനി മെയ് 20 കറന്റ് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 2026 കേരള സർക്കാർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പ്രമുഖ റെയിൽവേ പദ്ധതി ഏതാണ്? ആൻസർ സിൽവർ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. AHMP ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ കോർ കമ്മിറ്റിയുടെ 2026-28 കാലയളവിലേക്കുള്ള ചെയർമാനായി നിയമിതനായത് ആര്? ആൻസർ മുഹമ്മദ് ഇല്യാസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ അഥവാ ധനകാര്യം ആയി നിയമിതനായ വ്യക്തി ആര്? ആൻസർ അരവിന്ദ് കുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരളത്തിലെ പുതിയ സർക്കാർ പ്രഖ്യാപിച്ച 100 ദിവസത്തെ കർമ്മ പദ്ധതി ആരംഭിക്കുന്നത് എന്നു മുതലാണ്? ആൻസർ ജൂൺ 1. ക്വസ്റ്റ്യൻ നമ്പർ 5. എപ്രോ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് ആര്? ആൻസർ ഗിരീഷ് ബെഹാൽ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഏപ്രിൽ മാസത്തിൽ ചൈനയിലെ യുവജന തൊഴിലില്ലായ്മ നിരക്ക് എത്രയായി കുറഞ്ഞു? ആൻസർ 16.3%. നമ്പർ 7. DOPT പ്രഖ്യാപിച്ച പുതിയ നിയമനങ്ങളിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ആൻസർ അരവിന്ദ് കുമാർ. ഇനി മെയ് 21 കറന്റ് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വകുപ്പിനായി പ്രത്യേക മന്ത്രിയെ നിയമിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് തലത്തിലുള്ള AI പോർട്ട്ഫോളിയോ രൂപീകരിച്ച സംസ്ഥാനം ഏത്? ആൻസർ കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 3. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി നിയമിതനായ മണിപ്പൂർ DGP ആരാണ്? ആൻസർ രാജീവ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 5. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിലേക്ക് ഡോക്ടർ ഗുനിഷ കൗറിനെ നിയമിച്ചത് ആരാണ്? ആൻസർ ചക്ക് ഷുമർ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി FSIB തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ DT ശിവകുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിതനായത് ആര്? ആൻസർ വിനീഷ് കല്ലട.
ഈ മെയ് 22 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ആൻസർ വി.ടി. സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി അഥവാ സെക്യൂരിറ്റി ആയി നിയമിതനായ ത്രിപുര കേഡർ IPS ഓഫീസർ ആരാണ്? ആൻസർ രാജീവ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3, അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിഖ് വംശജ ആരാണ്? ആൻസർ ഗുനിഷ കൗർ. ക്വസ്റ്റ്യൻ നമ്പർ 4, കേരള സർക്കാർ സമീപകാലത്ത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വിവാദമായ റെയിൽ കോറിഡോർ പദ്ധതി ഏതാണ്? ആൻസർ സിൽവർ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, 8ാമത് ശമ്പള കമ്മീഷന്റെ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ 2026 ജൂണിൽ എവിടെയാണ് നടക്കുന്നത്? ആൻസർ ലക്നൗ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഹൈക്കോടതി വിധിപ്രകാരം അപ്പീലുകളിൽ ക്രിപ്റ്റിക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയത് ഏത് സ്ഥാപനത്തോടാണ്? ആൻസർ ട്രിബ്യൂണലുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 7, 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതി ഏത്? ആൻസർ 2026 ജൂൺ 18. ഇനി മെയ് 23 കറണ്ട് അഫയേഴ്സ് നോക്കാം. നമ്പർ 1, കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആര്? ആൻസർ രത്തൻ യു കേൽക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 2, പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത് ആര്? ആൻസർ സഞ്ജയ് മൽഹോത്ര. ക്വസ്റ്റ്യൻ നമ്പർ 3, ഏത് പദ്ധതി ഉപേക്ഷിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു? ആൻസർ സിൽവർ ലൈൻ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 4, സുപ്രീം കോടതി അഭിഭാഷകരുടെ സംഘടനയായ SCAORAയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ദേവ് വ്രത്. ആൻസർ ദേവ് വ്രത്. ക്വസ്റ്റ്യൻ നമ്പർ 5, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പദ്ധതി ആരുടെ നേതൃത്വത്തിലാണ് ചർച്ച ചെയ്യുന്നത്? ആൻസർ കേരള സംസ്ഥാന മന്ത്രിസഭ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഉത്തരാഖണ്ഡിലെ ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ആൻസർ ഗ്യാൻടേഷ് കുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 7, അപകടത്തിൽപ്പെട്ട വ്യക്തികൾക്ക് കൃത്രിമ അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള ജീവിതകാലത്തെ ചിലവ് നഷ്ടപരിഹാര തുകയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിട്ടത് ഏത് കോടതിയാണ്? ആൻസർ കേരള ഹൈക്കോടതി. ഇനി മെയ് 24 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, പുതുതായി അധികാരമേറ്റ കേരള മുഖ്യമന്ത്രി ആര്? ആൻസർ വി.ടി. സതീശൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരള സർക്കാർ പുതുതായി രൂപീകരിച്ച വകുപ്പ് ഏതാണ്? ആൻസർ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ വകുപ്പ് അഥവാ വയോജനക്ഷേമ വകുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 3, കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് ആര്? ആൻസർ കേൽക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 4, പുതുതായി അധികാരമേറ്റ കേരള മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം എത്ര? ആൻസർ 21. ക്വസ്റ്റ്യൻ നമ്പർ 5, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ മുന്നണി ഏത്? ആൻസർ UDF. ക്വസ്റ്റ്യൻ നമ്പർ 6, അഫ്ഗാനിസ്ഥാൻ പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മാനേജറായി നിയമിക്കപ്പെട്ടത് ആര്? ആൻസർ രാജേഷ് ധർ. ക്വസ്റ്റ്യൻ നമ്പർ 7, മഹാരാജ രഞ്ജിത് സിംഗ് അവാർഡ് എത്ര കായിക താരങ്ങൾക്കാണ് പഞ്ചാബ് സർക്കാർ സമ്മാനിച്ചത്? ആൻസർ 87. ഇനി മെയ് 25 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2026 കേരള മന്ത്രിസഭ പുനഃസംഘടനയിൽ ഇന്ത്യയിലെ ആദ്യത്തെ AI പോർട്ട്ഫോളിയോ ഏത് വകുപ്പിനാണ് നൽകിയത്? ആൻസർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പിന് പ്രത്യേക മന്ത്രിയെ നിയോഗിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 2, അട്ടപ്പാടി മധു കൊലപാതക കേസിൽ കേരള ഹൈക്കോടതി എത്ര പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്? ആൻസർ 12 പ്രതികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബുവിന് എത്ര രൂപയുടെ സാമ്പത്തിക സഹായമാണ് തമിഴ്നാട് സർക്കാർ അനുവദിച്ചത്? ആൻസർ 10 ലക്ഷം രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 4, പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ തത്സമയ നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ആൻസർ PMAJAY പോർട്ടൽ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഒളിമ്പിക്സിലെ 27 കായിക ഇനങ്ങളുടെ ഏകോപന ചുമതല സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഏത് വിഭാഗത്തിനാണ് നൽകിയത്? ആൻസർ ടോപ്സ് വിഭാഗം അഥവാ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ക്വസ്റ്റ്യൻ നമ്പർ 6, കേരളത്തിൽ അടുത്തിടെ റദ്ദാക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിവാദ ഗതാഗത പദ്ധതി ഏതാണ്? ആൻസർ സിൽവർ ലൈൻ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 7, 2026 കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വി.ടി. സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഗതാഗതം.
മറ്റു വകുപ്പുകളിൽ ധനകാര്യം, നിയമം, ആഭ്യന്തരം എന്നിവ ഉൾപ്പെടുന്നു. ഇനി അടുത്തത് മെയ് 26 കറണ്ട് അഫയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബുവിന് തമിഴ്നാട് സർക്കാർ എത്ര രൂപയാണ് സാമ്പത്തിക സഹായമായി പ്രഖ്യാപിച്ചത്? ആൻസർ 10 ലക്ഷം രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 2, അട്ടപ്പാടി മധു വധക്കേസിൽ ഹൈക്കോടതി എത്ര പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്? ആൻസർ 12 പേർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഏത് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് കേരള സർക്കാർ റദ്ദാക്കിയത്? ആൻസർ സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 4, കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ വിനായക ഭട്ട്, IRS ഓഫീസറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ആധാർ പൗരത്വത്തിനുള്ള തെളിവല്ല എന്ന് ഏത് കോടതിയാണ് നിരീക്ഷിച്ചത്? ആൻസർ സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 6, കർണാടകയിൽ MLA മാർക്കും MLC മാർക്കും ക്യാബിനറ്റ് പദവി നൽകിയ സർക്കാർ തീരുമാനത്തെക്കുറിച്ചുള്ള ഹർജി ഏത് കോടതിയാണ് തള്ളിയത്? ആൻസർ സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 7, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആൻസർ റോജി M. ജോൺ. ഇനി മെയ് 27 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2026 കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതാര്? VD സതീശൻ. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം എന്തോ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മാർക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, കേന്ദ്ര മന്ത്രിസഭ സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി നിയമിതനായ മുൻ ത്രിപുര കേഡർ IPS ഉദ്യോഗസ്ഥൻ ആര്? ആൻസർ രാജീവ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബുവിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? തമിഴ്നാട്. ക്വസ്റ്റ്യൻ നമ്പർ 4, ആധാർ പൗരത്വത്തിനുള്ള തെളിവല്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്തിനെയാണ് പിന്തുണച്ചത്? ആൻസർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡോക്യുമെന്റേഷൻ സംവിധാനം. ക്വസ്റ്റ്യൻ നമ്പർ 5, സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ റദ്ദാക്കിയ റെയിൽവേ പദ്ധതി ഏതാണ്? ആൻസർ സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 6, 1960 നാഷണൽ ഷിപ്പിംഗ് ബോർഡ് റൂൾസിന് പകരമായി 2026 വിജ്ഞാപനം ചെയ്ത നിയമം ഏതാണ്? ആൻസർ നാഷണൽ ഷിപ്പിംഗ് ബോർഡ് റൂൾസ് 2026. ക്വസ്റ്റ്യൻ നമ്പർ 7, വിവിധ ഹൈക്കോടതികളിൽ നിലവിലുള്ള ട്രാൻസ്ജെൻഡർ ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടത് ഏത് വിഭാഗമാണ്? ആൻസർ കേന്ദ്ര സർക്കാർ. ഇനി മെയ് 28 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിലെ പുതിയ മന്ത്രിസഭയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI വകുപ്പ് ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏത് തലത്തിലാണ്? ആൻസർ ക്യാബിനറ്റ് തലം. ക്വസ്റ്റ്യൻ നമ്പർ 2, പുതുതായി അധികാരമേറ്റ കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ആൻസർ 21. ക്വസ്റ്റ്യൻ നമ്പർ 3, കേരള മുഖ്യമന്ത്രി സതീശൻ തൻ്റെ പക്കൽ നിലനിർത്തിയിട്ടുള്ള പ്രധാന വകുപ്പുകളിൽ താഴെ പറയുന്നവയിൽ ഏത് ഉൾപ്പെടുന്നില്ല? ആൻസർ കൃഷി. ക്വസ്റ്റ്യൻ നമ്പർ 4, റെയിൽവേ ജീവനക്കാരെ കേന്ദ്ര സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണം എന്ന് വിധിച്ചത് ഏത് കോടതിയാണ്? ആൻസർ സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 5, രാജസ്ഥാൻ ഗവർണർ അഴിമതി ആരോപണത്തെ തുടർന്ന് ഏത് സർവകലാശാല VCയെയാണ് പുറത്താക്കിയത്? ആൻസർ ദേവസ്വരൂപ്. ക്വസ്റ്റ്യൻ നമ്പർ 6, കൗണ്ടർ ടെറർ സ്പെഷ്യലിസ്റ്റായ ലഡാക്ക് DGPയെ പുതുതായി സ്ഥലം മാറ്റിയത് ഏത് സംസ്ഥാനത്തേക്കാണ്? മണിപ്പൂർ. നമ്പർ 7, ബോർഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് 5.5 ലക്ഷം രൂപ പിഴ ഈടാക്കിയ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ആൻസർ ഓയിൽ ഇന്ത്യ. ഇനി മെയ് 29 കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2026 മെയ് മാസത്തിൽ DRDO ചെയർമാനായും DDR ആൻഡ് D സെക്രട്ടറിയായും ചുമതലയേറ്റത് ആര്? ആൻസർ രാജേഷ് കുമാർ സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 2, തമിഴ്നാട് പോലീസ് മേധാവിയായി നിയമിതനായ സീനിയർ IPS ഓഫീസർ ആരാണ്? ആൻസർ മഹേഷ് കുമാർ അഗർവാൾ. ക്വസ്റ്റ്യൻ നമ്പർ 3, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സെക്രട്ടറിയായി അധിക ചുമതല വഹിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ശ്രീവത്സ കൃഷ്ണ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡൽഹി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും എത്ര മാസത്തിനുള്ളിൽ നിയമിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്? ആൻസർ 2 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഏത് പദ്ധതിയാണ് പാരിസ്ഥിതിക ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ റദ്ദാക്കിയത്? ആൻസർ സിൽവർ ലൈൻ റെയിൽ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 6, വിരമിച്ച ശേഷം ജഡ്ജിമാർക്ക് കൂളിംഗ് ഓഫ് കാലയളവ് ആവശ്യമില്ലെന്ന് പ്രസ്താവിച്ച കേന്ദ്ര നിയമമന്ത്രി ആരാണ്? ആൻസർ അർജുൻ റാം മേഘ്വാൾ.
ക്വസ്റ്റ്യൻ നമ്പർ 7. ചൈനയുടെ സാമ്പത്തിക നിയന്ത്രണ വിഭാഗത്തിന്റെ തലപ്പത്ത് നിയമിതനായ പ്രമുഖ വ്യക്തി ആരാണ്? ആൻസർ ഡിങ് സിയാങ് കുൻ. ഇനി മെയ് 30 കറന്റ് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സർക്കാർ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി അടുത്തിടെ രൂപീകരിച്ച വകുപ്പ് ഏതാണ്? ആൻസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ. ക്വസ്റ്റ്യൻ നമ്പർ 2. DRDO ചെയർമാനായും DDR&D സെക്രട്ടറിയായും ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആൻസർ രാജേഷ് കുമാർ സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3. പരിസ്ഥിതിപരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ അടുത്തിടെ റദ്ദാക്കിയ പ്രധാന റെയിൽ പദ്ധതി ഏതാണ്? ആൻസർ സിൽവർ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. സംഘർഷങ്ങൾക്കിടയിൽ മണിപ്പൂരിന്റെ പുതിയ DGP ആയി നിയമിതനായത് ആര്? ആൻസർ മുകേഷ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 5. EPFO ഉയർന്ന പെൻഷൻ കേസുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ഓഫീസറായി കാലാവധി നീട്ടി നൽകിയ വ്യക്തി ആര്? ആൻസർ UC ദത്ത. ക്വസ്റ്റ്യൻ നമ്പർ 7. കരാർ നിയമനം അവസാനിപ്പിച്ച് 65,000 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ പഞ്ചാബ്. ഇനി അടുത്തത് മെയ് 31 കറന്റ് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. MSE എന്ന സ്ഥാപനത്തിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതനായ മുൻ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഉപമ ചൗധരി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയുടെ പുതിയ DRDO ചെയർമാനായും DDR&D സെക്രട്ടറിയായും ചുമതലയേറ്റത് ആര്? ആൻസർ രാജേഷ് കുമാർ സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏതെങ്കിലും ഒരു പ്രമുഖ സർക്കാർ പദ്ധതി റദ്ദാക്കുന്നതായി കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഏതാണ്? ആൻസർ സിൽവർ ലൈൻ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 4. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ കേരള സർക്കാർ ആലോചിക്കുന്ന കേന്ദ്ര ഏജൻസി ഏതാണ്? ആൻസർ CBI. ക്വസ്റ്റ്യൻ നമ്പർ 5. ഉത്തരാഖണ്ഡിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുടുങ്ങിയ തീർത്ഥാടകരെ രക്ഷപ്പെടുത്തിയ സേനാ വിഭാഗം ഏത്? ആൻസർ SDRF. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ജുഡീഷ്യറിയും തമ്മിൽ തർക്കമില്ലെന്ന് വ്യക്തമാക്കിയത് ആര്? ആൻസർ കേന്ദ്ര നിയമമന്ത്രി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഏത് സംസ്ഥാനത്തെ DERC നിയമനങ്ങൾക്ക് 2 മാസത്തെ സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ട്? ആൻസർ ഡൽഹി. ഇതോടെ മെയ് മാസത്തിലെ മുഴുവൻ കറന്റ് അഫയേഴ്സും ഇവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞു കറന്റ് അഫയേഴ്സ് ആണ് PSC പരീക്ഷകളിലെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും വിട്ടുപോവാതെ എല്ലാ പോയിന്റുകളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.